ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ അടുപ്പിലാണ് ഈ മീൻ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. ആദ്യം ഒരു ഉരുളിയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ട് തന്നെ വഴന്നു വരുമ്പോൾ ഇതിലോട്ട് ഒരു 8 വെളുത്തുള്ളിയും 4 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നന്നായി തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 വലിയ സൈസിലുള്ള തക്കാളി കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് മീൻ കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയ നാരങ്ങ സൈസിലുള്ള പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ്, അതുകൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നുകൂടി നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് മീൻ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ നല്ലതുപോലെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം. ഞാനിത് മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് ഉടച്ച് കളയരുത് നമ്മൾ. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് കണ്ടോ, നമ്മുടെ മീൻ കറിയൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് കയ്യിലിട്ടൊന്നും ഇളക്കരുത്. നമുക്കിതുപോലെ എന്താക്കണം, ഒന്ന് ചുറ്റിച്ചിട്ട് വേണം ഇത് ഇളക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ മീനെല്ലാം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.